ഹലോ, നമസ്കാരം കൂട്ടാരെ. നമ്മുടെ അക്ബർ ഖാൻ രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വിഷയത്തിൽ ഒരാൾ പോലും അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും രേണു സുധിയോട് ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളികൾ എല്ലാവരും തന്നെ അവരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വോട്ടായിട്ടും അനുകമ്പയായിട്ടുമൊക്കെ രേണു സുധിയോട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞതനുസരിച്ച് രേണു സുധിയെ എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ പറഞ്ഞു മനസ്സിലാക്കാനാണ് അക്ബർ ഖാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലൈവുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതാണ്. അക്ബറിൻ്റെയും രേണുവിൻ്റെയും ഫുട്ടേജുകൾ കാണിക്കുമ്പോൾ കൂടുതലും ഈ മാറ്ററാണ് അവിടെ നടക്കുന്നത്. അക്ബർ ആവട്ടെ പാട്ട് പാടുന്നു രേണു സുധിയെ സന്തോഷിപ്പിക്കാനായിട്ട്. ഒരു ചെറിയ ലവ് ട്രാക്ക് പോലെയൊക്കെ കോമഡി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഹൗസിൽ പലർക്കും തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തീരുന്നെങ്കിൽ തീരട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളതും. പക്ഷേ രേണു എപ്പോഴെങ്കിലുമൊക്കെ ക്ഷമിക്കണം എന്ന് മനസ്സിൽ കരുതിയാലും അതിൻ്റെ ആവശ്യമില്ല എന്നൊരു തോന്നൽ കൊടുക്കുകയാണ് രേണുവിന് പലരും അവിടെ. അത് നമുക്ക് വഴിയെ പറയാം ആരൊക്കെയാണ് എന്നുള്ളത്. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു അടിപൊളി ചപ്പാത്തി ചുട്ടിട്ട് രേണുവിന് കൊടുക്കുകയാണ് അക്ബർ. അത് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട്. ഇതാ ഞാനത് രേണു ചേച്ചിയോട് കൊടുക്കുകയാണ്, അത് എന്നോട് ക്ഷമിക്കാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേണു അത് ആദ്യമൊക്കെ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല നാറ്റ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചപ്പാത്തി തരികയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ആഹാ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിക്കുക ചേച്ചി, എന്നിട്ട് നിങ്ങൾ കോംപ്രമൈസ് ആക്കുക എന്ന് പറഞ്ഞു. അപ്പം രേണു എന്തായാലും പറയുന്നത് ഇല്ല, ഞാനിത് മുഴുവൻ കഴിക്കില്ല, കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കോംപ്രമൈസ് ആയി എന്നാണ് അർത്ഥം. ഞാനിത് കോംപ്രമൈസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ക്ഷമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അന്നമായതുകൊണ്ട് എനിക്ക് കളയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി മറ്റുള്ള കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ട് അതിൽ ഒരു കഷ്ണം മാത്രം എടുത്ത് രേണു കഴിക്കുകയാണ്. ഈ വിഷയത്തിൽ രേണുവിനെ പിന്നോട്ട് വലിക്കുന്നത് ശാരികയാണ്. അല്ല, എന്നെയാണ് വിളിച്ചിരുന്നതെങ്കിൽ, എനിക്കാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഞാൻ എരുതിയിൽ എണ്ണ ഒഴിക്കുകയൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് ജനങ്ങളിൽ കുറേയധികം ആളുകൾ, ഒരു 60% ആളുകളെങ്കിലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ രേണു മുന്നിലേക്ക് വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് രേണു മുന്നോട്ട് തന്നെ പോകണം ഈ വിഷയത്തിൽ എന്നൊക്കെയാണ് ശാരിക പറഞ്ഞു കൊടുക്കുന്നത്. രേണു അത് കേട്ട് ഇൻസ്പയർഡ് ആവുന്നുമുണ്ട്. ഈ ഒരു വിഷയത്തിൽ രേണുവിൻ്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാനും അല്പം സാവകാശം എടുത്തേക്കാം. പക്ഷേ ഒരാൾ എത്രയൊക്കെ താണ് കേണ് പറഞ്ഞിട്ടും അതിന് നമ്മൾ ക്ഷമ കൊടുക്കാനോ അല്ലെങ്കിൽ അതിനൊരു വിലയില്ലാത്തതുപോലെ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ രേണുവിന് കിട്ടിയ സപ്പോർട്ട് അത് അക്ബറിനോടുള്ള സഹതാപമായി മാറാൻ സാധ്യതയുണ്ട്. മനുഷ്യനാണ്, തെറ്റുപറ്റും. ആ തെറ്റ് ക്ഷമിക്കാനും മറ്റൊരു മനുഷ്യനും മാത്രമേ കഴിയുള്ളൂ. ഇവിടെ അക്ബർ മാപ്പ് ചോദിച്ചിട്ട് രേണുവിന് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും രേണു മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറുകയാണ്. ക്ഷമിക്കാൻ കഴിഞ്ഞ ഒരു നല്ല മനസ്സിൻ്റെ ഉടമ എന്നുള്ളൊരു മാതൃക. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.